ഹായ്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ദ ചാർജ് സ്റ്റോർഡ് ബൈ ദ കപ്പാസിറ്റർ സി ഇൻ ദ ഗിവൺ സർക്യൂട്ട് ഇൻ ദ സ്റ്റഡി സ്റ്റേറ്റ് ഈസ് ഡാഷ് മൈക്രോ കൂളോംബ് എന്ന് പറഞ്ഞത്. ഡാഷ് മൈക്രോ കൂളോംബ്. ഓക്കെ, അപ്പോൾ ഡയഗ്രത്തിനെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പോൾ ഇതിലൂടെ കറണ്ട് ഇല്ല. ഓക്കെ, ലീവ് ഇറ്റ്. ദെൻ ഇത് ഫോർവേഡ് ബയാസ്ഡ് ആണ്. അപ്പോൾ നോ പ്രോബ്ലം, ഇതിലൂടെ അങ്ങനെ കറണ്ട് വരും. പിന്നെ കപ്പാസിറ്റർ ഉള്ള ബ്രാഞ്ചിലൂടെയും കറണ്ട് ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? അപ്പോൾ അത് നമുക്ക് സെറ്റായി. അപ്പോൾ കറണ്ടിന്റെ പാത്ത് എന്ന് പറഞ്ഞത് ഇതാ ഈ രൂപത്തിലായിരിക്കും കറണ്ടിന്റെ ഫ്ലോ ഉണ്ടാവുക. കറണ്ട് ഫ്ലോ ഈസ് ലൈക്ക് ദിസ്. ഇങ്ങനെ ആയിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക. റെഡി അല്ലേ? ഓക്കെ, ഇതാണ് കറണ്ടിന്റെ പാത്ത്. യെസ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഓക്കെ നമുക്ക് വേണ്ടത് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജാണ്. അപ്പോൾ അതിനറിയേണ്ടത് കപ്പാസിറ്ററിന്റെ അപ്പുറം ഇപ്പുറമുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. കപ്പാസിറ്ററിന് അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് അറിയണം. അപ്പോൾ അതിനെന്ത് ചെയ്യാം നോക്കൂ. ലെറ്റ് മീ റീഡ്രോ ദ ഡയഗ്രാം ആസ് ഇവിടെ നമുക്ക് സെല്ലുണ്ട്, സെല്ല്, റെസിസ്റ്റർ, ദെൻ അനദർ റെസിസ്റ്റർ, അനദർ റെസിസ്റ്റർ അത് ഇവിടെ ഉണ്ട്. ഇവിടെ യെസ്, ഇതാണ് ഇത് 1 ohm ആൻഡ് ദിസ് ഈസ് 4 ohm. ദിസ് ഈസ് 4 ohm. ദിസ് ഈസ് 2.5 volt. 2.5 volt. ഓക്കെ, ഒബ്വിയസ്ലി ഇവിടെ നമ്മുടെ കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ പക്ഷേ ആ കപ്പാസിറ്ററിന്റെ അക്രോസിൽ ഇവിടെ കപ്പാസിറ്റർ ഉണ്ട്, പക്ഷെ ആ ബ്രാഞ്ചിലൂടെ കറണ്ട് ഇല്ല നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിലൂടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇല്ല. കാരണം എന്താണ് പൊട്ടൻഷ്യൽ ഡ്രോപ്പിന്റെ വി സീക്വൽ ടു IR അല്ലേ? അപ്പൊ ഇതിലൂടെ പോണ കറണ്ട് എത്ര? 0. അതുകൊണ്ട് ഇവിടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇല്ല. എന്ന് വെച്ചാൽ ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ് ഈ കപ്പാസിറ്ററിന്റെ അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. റെഡിയാണല്ലോ? റെഡിയാണ്. അപ്പൊ അത് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലൂടെ I കറണ്ട് വരുന്നു. ആ I കറണ്ട് ലൈക്ക് ദിസ്. അപ്പോൾ ഓക്കെ, ആ I കണ്ടെത്താം. I is equal to V by R effective അല്ലേ? V ഡിവൈഡഡ് ബൈ R effective ആണ്. ദാറ്റ് ഈസ് V എന്ന് പറഞ്ഞത് 2.5 ഡിവൈഡഡ് ബൈ R effective 1 + 4 ഈക്വൽ ടു 5 വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ആംപിയർ എന്ന് കിട്ടി. കറണ്ട് ½ ആംപിയർ ആണ്. കറണ്ട് ½ ആംപിയർ. എന്തിനാ കറണ്ട് പറയാം? കാരണം ഈ രണ്ട് പോയിന്റിന് അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണല്ലോ ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ Q is equal to CV ആണ്. അപ്പോൾ ഇവിടെ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത്. ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ലെറ്റ് ഇറ്റ് ബി AB. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതിലൂടെ കറണ്ട് ഇല്ല, അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇല്ല. അപ്പോൾ ABന്റെ അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് തന്നെയാണ് കപ്പാസിറ്ററിന്റെ അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. ഇനി നോക്കൂ, ഈ AB എന്ന് പറഞ്ഞ പോയിന്റ് ഇതന്നെയല്ലേ പോയിന്റ്? അതായത് ഈ 4 ohmന്റെ അക്രോസിലുള്ള പോയിന്റ് അല്ലേ AB? A എങ്ങോട്ടാ കണക്ട് ചെയ്തിരിക്കുന്നത്? 4 ohmന്റെ ഒരു സൈഡിലേക്ക്. B എങ്ങോട്ടാ? 4 ohmന്റെ അതർ സൈഡ്. എന്ന് വെച്ചാൽ ABക്ക് അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ 4 ohmന് അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ്. Therefore I can write that is ഇതിനെ ഞാൻ VAB that is equal to V across 4 ohm ആണ്. That is equal to I into 4 ohmലൂടെ പോകുന്ന കറണ്ട് ഇൻറ്റു 4 ohmന്റെ റെസിസ്റ്റൻസ്. 4 ohmലൂടെ പോണ കറണ്ട് എത്ര? ½ ഇൻറ്റു 4 ohmലൂടെ 4 ohm ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 volt എന്ന് കിട്ടി. 2 volt. ഇനി നമുക്ക് ചാർജ് അല്ലേ വേണ്ടത്? Therefore Q is equal to CV. C എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 microfarad ആണ്. 5 micro into volt 2 ആണ്. Therefore 10 microcoulomb is the final answer. Microcoulomb അവിടെ തന്നിട്ടുണ്ട്. Therefore the answer is 10. Option 2 is correct.